നമുക്ക് വീണ്ടും ഒരു ഒറിഗമി പേപ്പർ ബോ ഉണ്ടാക്കാം. അതിൽ ഷോർട്സ് ഇട്ടാണ്. അപ്പോൾ അതിൽ ഒന്നും കൂടി ലോങ് വീഡിയോ വേണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതിന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സ്ക്വയറാണ് നമുക്ക് വേണ്ട കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ക്രിസ് ക്രോസ് ആയിട്ടും വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ഇങ്ങനെ സെൻറ്റർ പോർഷനായിട്ട് മടക്കുന്നുണ്ട്. മടക്കി കഴിഞ്ഞതിന് ശേഷം ഈ വെർട്ടിക്കലി മടക്കിയ ആ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അകത്തോട്ടാക്കുമ്പോൾ ഇങ്ങനത്തെ സ്ക്വയർ ഫോം ആവും. എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനത്തെ 4 പോർഷൻസ് വരും. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തോട്ട് രീതിയിലും വെളിയിലോട്ട് രീതിയിലും ഇങ്ങനെ ജസ്റ്റ് ആ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് നേരത്തെ പിടിച്ച കണക്ക് തന്നെ ഹൊറിസോണ്ടലും വെർട്ടിക്കലിയും ഫോൾഡ് ചെയ്യുന്ന ആ ഭാഗം തന്നെ പിടിക്കുമ്പോൾ ഇങ്ങനെ അത് അകത്തോട്ട് പോകും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെയാവും. എന്നിട്ട് എന്താണ് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് രീതിയിൽ ഇങ്ങനെ അകത്തോട്ട് മടക്കുക. മടക്കാൻ തുറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ അകത്ത് ഉണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഇത് നേരെ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫോൾഡിങ് തീരുന്നവരെ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ആ ഇറങ്ങിപ്പോകുന്ന ആ ഭാഗത്തോട്ട് കട്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഒരെണ്ണം വിട്ടുപോയി അതാ. എന്നിട്ട് ഇത് അകത്തോട്ട് ഇങ്ങനെ മടക്കുക. രണ്ടും ഭാഗവും അങ്ങനെ തന്നെ മടക്കുക. അതും അതിൻ്റെ നേരെ മടക്കുക. എന്നിട്ട് ജസ്റ്റ് എന്താണ് ആ ഒരു ഭാഗം ഇനി രണ്ട് ഭാഗം പിടിച്ച് വെച്ചിട്ട്, അതായത് ഒരു ഭാഗം നമുക്ക് മനസ്സിലാവും വരുമ്പം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് എന്താണ് ഇങ്ങോട്ട് മടക്കുക. ജസ്റ്റ് അത് ആ ഒരു ഫോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. അതായത് ഇങ്ങോട്ട് മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അങ്ങനെ രണ്ട് ഭാഗവും അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ഭാഗവും അങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടതാണ്. ഇത് ജസ്റ്റ് ഇത് ഇങ്ങോട്ടാക്കിയിട്ട് അത് കുറച്ചുകൂടി എളുപ്പമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അതും കൂടി മടങ്ങത്തില്ല. അങ്ങനെ രണ്ട് സൈഡും അങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്യുക. സിസേഴ്സ് കൊണ്ട് നമ്മൾ ഈ സെൻറ്ററിലത്തെ ലൈനിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു കോർണറിൻ്റെ അവിടെ ചെന്ന് ആ ഒരു നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചങ്ങനെ നിർത്തിയിരിക്കണം. കൂടുതൽ കട്ട് ചെയ്ത് പോയാൽ ചിലപ്പം അത് കയ്യിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കുക കേട്ടോ. മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ അതിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ മടക്കുക ഓപ്പോസിറ്റ് സൈഡിൽ. എന്നിട്ട് ഇത് കണക്ക് മടക്കുക. അത് കണക്ക് രണ്ട് പാർട്ടും അങ്ങനെ മടക്കുക. കാരണം ഈ റിബണിൻ്റെ ഇത് ബോ ആണല്ലോ. ബോ ആകുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു രണ്ട് പാർട്ട് ഇങ്ങനെ താഴോട്ട് കിടക്കത്തില്ലേ, അതിന് വേണ്ടിയാണേ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ തന്നെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇനി ഒറ്റൊരു സ്റ്റെപ്പും കൂടിയേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഈ ഒരു ഒറിഗാമി ബോ ശരിയാവും, റെഡിയാവും. എന്നിട്ട് എന്താണ് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി ആ സെൻറ്റർ പോർഷൻ്റെ ആ ഒരു വരയുടെ അവിടെ വരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് മടക്കുക. അതാണെങ്കിൽ രണ്ട് ഭാഗം അങ്ങനെ തന്നെ മടക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതിന് കുറേ വീഡിയോസ് അങ്ങനെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും കമൻറ്റിലൂടെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ.